ഈ വിശ്വാസ സംരക്ഷണ യാത്രയിൽ ഞങ്ങൾ പറഞ്ഞൊരു പോയിൻ്റ് കറക്റ്റാണെന്ന് ഇന്നലത്തെ ഹൈക്കോടതിയുടെ വിധിയോടുകൂടെ ക്ലിയറായി. ഞങ്ങൾ പറഞ്ഞത് പത്മകുമാർ ഉൾപ്പെട്ട അന്നത്തെ ദേവസ്വവും മുതൽ പ്രശാന്ത് വരെയുള്ള എല്ലാ ദേവസ്വം ഭരണസമിതികളും ഈ കൊള്ളയിൽ പങ്കാളികളാണ്. അതുകൊണ്ട് ഈ നിലവിലുള്ള ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ടുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കണം. ഹൈക്കോടതി ഏതായാലും വളരെ വിജിലൻ്റായി ഇത് വീക്ഷിക്കുന്നുവെന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും ആവശ്യപ്പെടുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേസ് അന്വേഷിക്കുമ്പോൾ സത്യസന്ധമായി അന്വേഷിച്ചാൽ പോലും ഭാവിയിൽ മുഖ്യമന്ത്രിയുടെ അപ്രീതിക്ക് പാത്രമാവുമോ എന്നുള്ള ഭയം കൊണ്ട് ചിലപ്പോൾ അവർ സത്യം മറച്ചു വയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ CBI അന്വേഷിക്കണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. എല്ലാ തട്ടിപ്പും പുറത്തു വരണം. സ്വർണം കട്ടു LDF എങ്കിൽ അതിന് കൂട്ടു നിൽക്കുന്നു BJP. അപ്പോൾ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്നവർക്ക് ഉത്തരവാദിത്വം. ഇപ്പോൾ PM ശ്രീ പദ്ധതിയൊക്കെ അതിൻ്റെ വേറൊരു ഭാഗമാണ്. ഇപ്പോൾ കൊള്ളയിൽ പോലും മാർക്സിസ്റ്റ് പാർട്ടിയും BJP ആയിട്ടുള്ള ധാരണയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. തീർച്ചയായും ഉണ്ടാകും. കാരണം എന്താ അറിയോ, ഇപ്പോൾ കേന്ദ്രം ആവശ്യമായിട്ടുള്ള കാശ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടുപേരും നല്ല സ്നേഹത്തിലായല്ലോ. ക്ഷേമ പെൻഷൻ കൂട്ടിയതുകൊണ്ട് UDF തോൽക്കുകയാണെങ്കിൽ തോൽക്കട്ടെ എന്ന് കേന്ദ്രം വിചാരിച്ചാണ്. ഇപ്പോൾ കേന്ദ്രത്തിനോട് പരാതി ഉണ്ടാവില്ല. ഇനി ചിലപ്പോൾ കേന്ദ്രം കൊടുക്കും കാശ് ഇഷ്ടം പോലെ. എനിക്കും അങ്ങനെ ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. കേന്ദ്രം കൈ അയച്ച് സഹായിക്കാൻ പോവാണ്, ഇനി ഇഷ്ടം പോലെ കാശ് കൊടുക്കാനുള്ള സമയം. പക്ഷേ ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം. ഇലക്ഷൻ്റെ തലേന്ന് കഴിഞ്ഞ കണക്ക് കിറ്റ് കൊടുത്ത് പറ്റിച്ച പോലെ ഇനി അത് നടക്കില്ല. ഒരിക്കൽ ചക്ക വീണ് മൊയൽ ചത്തുമെന്ന് വിചാരിച്ചിട്ട് എന്നും ചക്ക വീഴാൻ പോകുന്നില്ല. ഇനി വീണാലും മൊയൽ ചാവാനും പോകും. ഈ PM ശ്രീ പദ്ധതിയിൽ അല്ല, അതിൽ ഒന്നുകിൽ അവരവരുടെ നിലപാട് തിരുത്തണം. കോൺഗ്രസിൻ്റെ ഒരു നിലപാട് ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനങ്ങളിൽ നടപ്പാക്കേണ്ട കാര്യമില്ല. കാരണം ഇവർ ചരിത്രം വളച്ചൊടിക്കുക. ഇപ്പോൾ വിദ്യാഭ്യാസ പദ്ധതിയിൽ മുഗൾ രാജവംശം ഭരിച്ച കാലം കൊണ്ട് വെട്ടി മാറ്റുകയാണ്. അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് ചരിത്രം മനസ്സിലാക്കാൻ പറ്റും. ഇനി ഫണ്ട് വാങ്ങുകയാണെങ്കിൽ നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കണം. ഒരിക്കലും ഞങ്ങളുടെ വിദ്യാഭ്യാസ പരിഷ്കാരത്തിൽ നിങ്ങൾ ഇടപെടില്ല എന്ന് പറയാൻ കഴിയുന്നുണ്ടോ? അത് പറയണം. അല്ലെങ്കിൽ ഇപ്പോൾ മുഗൾ രാജവംശത്തിൻ്റെ ഭരണം പഠിപ്പിക്കാൻ പാടില്ല. സ്വാതന്ത്ര്യ സമരത്തിൽ RSSനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല. ഗാന്ധിയെ കൊന്നതിനെ കുറിച്ച് പറയാൻ പാടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യം നടക്കൂ. അപ്പോൾ കാശ് കിട്ടാൻ വേണ്ടി എന്തും പറയാം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും നടപ്പാക്കുന്നുണ്ട്. ഞങ്ങൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശം പാഠ്യപദ്ധതിനെ തൊടാൻ സമ്മതിക്കരുത്. അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ നിലപാടുണ്ടാവും, പാർട്ടിയുടെ നയം ഉണ്ടാവും. ഇവിടെ ശ്രദ്ധിക്കേണ്ട